എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. യൂറോ കപ്പിലെ സൂപ്പർ പോരാട്ടത്തിൽ ക്രൊയേഷ്യയ്ക്ക് സമനില കുരുക്ക്. അൽബേനിയയാണ് ഗ്രൂപ്പ് ബിയിലെ പോരാട്ടത്തിൽ ക്രൊയേഷ്യൻ വമ്പന്മാരെ സമനിലയിൽ തളച്ചിരിക്കുന്നത്. അപ്പോൾ വിജയമനിവാര്യമായ പോരാട്ടത്തിൽ 2-2 ഗോളുകൾ വീതം നേടി ഇരു ടീമുകളും തുല്യത പാലിക്കുകയായിരുന്നു. ഗ്രൂപ്പ് ബിയിലെ ഇരു ടീമുകളുടെയും രണ്ടാം റൗണ്ട് പോരാട്ടമായിരുന്നു. ഖാസിം ലാസിയുടെ 11ാം മിനിറ്റിൽ ലീഡെടുത്തത് അൽബേനിയ ആയിരുന്നു. 74ാം മിനിറ്റിൽ ആൻഡ്രിഷ് ക്രാമറിച്ചിലൂടെ ക്രൊയേഷ്യ തിരിച്ചടിച്ചു. എന്നാൽ ആ 76ാം മിനിറ്റിൽ അൽബേനിയയുടെ ഡിഫൻഡറായിട്ടുള്ള ക്ലൗസ് ജാസുലയുടെ ഓൺ ഗോളിലൂടെ ക്രൊയേഷ്യ ലീഡിലേക്ക് എത്തി. കളി തീരാൻ മിനിറ്റുകൾ മാത്രമാക്കി നിൽക്കെ ഇഞ്ചുറി ടൈമിൽ 90+5 അഡീഷണൽ ടൈമിൽ സെൽഫ് ഗോൾ വഴങ്ങിയ അതേ ക്ലൗസ് ജാസുലയിലൂടെ അൽബേനിയ സമനില പിടിക്കുകയായിരുന്നു. അങ്ങനെ ഗ്രൂപ്പ് ബിയിലെ പോരാട്ടത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. മാച്ച് സ്റ്റാറ്റ്സിലേക്ക് വരികയാണെങ്കിൽ 22 ഷോട്ടുകൾ ക്രൊയേഷ്യ അടിച്ചപ്പോൾ 15 അൽബേനിയ നേടിയിട്ടുണ്ട്. ക്രൊയേഷ്യയുടെ 10 ഷോട്ടുകൾ ഓൺ ടാർഗറ്റിൽ ചെന്നപ്പോൾ അൽബേനിയയുടെ 7 ഓൺ ടാർഗറ്റായി. 68% ബോൾ പൊസിഷൻ ക്രൊയേഷ്യക്കുണ്ടായിരുന്നു, 32% അൽബേനിയയ്ക്ക്. 634 സക്സസ്ഫുൾ പാസുകൾ ക്രൊയേഷ്യ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 310 പാസുകളാണ് അൽബേനിയ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സമനിലയോടുകൂടി ഗ്രൂപ്പ് ബിയിലേക്ക് പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ അൽബേനിയ 3ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. 2 മത്സരങ്ങളിൽ 1 പോയിന്റാണ് അൽബേനിയയ്ക്ക് നേടാൻ സാധിച്ചത്. ആദ്യ മത്സരം പരാജയപ്പെടുകയായിരുന്നു. ഗ്രൂപ്പ് ബിയിലെ 4ാം സ്ഥാനത്താണ് ക്രൊയേഷ്യ. 2 മത്സരങ്ങളിൽ 1 പോയിന്റാണ് അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ യൂറോ കപ്പ് വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.